നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് പുതിയൊരു ദശകം പഠിക്കാം. ഈ ദശകത്തിൽ ഭട്ടതിരിപ്പാട് വർണ്ണിക്കുന്നത് മഥുരാപുരി യാത്രയെക്കുറിച്ചാണ്. കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ കണ്ടു, അക്രൂരൻ കൃഷ്ണനെയും ബലരാമനെയും മഥുരയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ തേരുമായി വന്നത്. കംസന്റെ നിയോഗപ്രകാരം ഭഗവാനെ കൂട്ടിക്കൊണ്ടു പോകാൻ അക്രൂരൻ എന്ന യാദവൻ ഗോകുലത്തിലെത്തിയെന്നും അടുത്ത പ്രഭാതത്തിൽ തന്നെ അക്രൂരനും ഒന്നിച്ച് കൃഷ്ണൻ മഥുരയ്ക്ക് പോകുമെന്നറിഞ്ഞ ഗോപികമാർ വല്ലാതെ ഉത്കണ്ഠാകുലരായി. ഭക്തന്മാരിൽ ഏറെ കരുണയുള്ള ഭഗവാൻ ആരും തുണയില്ലാത്ത ഞങ്ങളെ വിട്ട് മഥുരയ്ക്ക് പോകുന്നത് ഞങ്ങളുടെ വിധിയാണെന്ന് പറഞ്ഞ് ഗോപികമാർ വിലപിച്ചു. രാത്രി പോയി പ്രഭാതം പൊട്ടിവിരിഞ്ഞപ്പോൾ ഭഗവാൻ പിതാവായ നന്ദഗോപനോടും ബലരാമനോടും കൂട്ടുകാരോടും കൂടി അക്രൂരനും ഒന്നിച്ച് മഥുരയിലേക്ക് യാത്ര തിരിച്ചു. ആ സമയത്ത് ഗോപികമാരുടെ കടുത്ത ദുഃഖം മാറ്റാനും ആശ്വസിപ്പിക്കാനും ഒരു ഇഷ്ടതോഴനെ ഭഗവാൻ അവരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. താൻ മഥുരയിൽ പോയി വേഗം തിരിച്ചു വരുമെന്നും പിന്നീട് അവർക്ക് താൻ ഒന്നിച്ച് കഴിയാമെന്നും അവർക്ക് മോക്ഷം ലഭിക്കുമെന്നും പറഞ്ഞയച്ചു. രഥത്തിൽ കയറി യാത്ര ചെയ്ത ഭഗവാനെ തേർക്കൊടി മറിയുന്നതുവരെ വളരെ ദുഃഖത്തോടെ പ്രാർത്ഥനയോടെ ഗോപികമാർ നോക്കി നിന്നു. ഭഗവാനും അതേപോലെ ഗോപികമാരുടെ നേരെ വളരെ വിഷമത്തോടെ നോട്ടം പായിച്ചുകൊണ്ടിരുന്നു. കംസന് സമ്മാനിക്കുവാൻ പലതരം സമ്മാനങ്ങളുമായി വണ്ടികളും ആ വണ്ടികളിൽ നന്ദഗോപാദി ഗോപന്മാർ മുമ്പിൽ അക്രൂര രഥത്തിൽ ഭഗവാനും ബലരാമനുമായി മഥുരയ്ക്ക് യാത്ര തുടർന്നു. പ്രേമവതികളായ ഗോപികമാരുടെ മനസ്സും അവരെ പിന്തുടർന്നു. അവിടെയുള്ള വൃക്ഷലതാദികൾ ജീവജാലങ്ങൾ എല്ലാം ദുഃഖിതരായി. അങ്ങനെ അവർ യമുനാ തീരത്തെത്തി. സന്ധ്യാവന്ദനത്തിന് അക്രൂരൻ യമുനയിൽ മുങ്ങിയപ്പോൾ ജലത്തിൽ ഭഗവാനുണ്ട്. തേരിൽ നോക്കിയപ്പോൾ അവിടെയും ഭഗവാൻ, നോക്കുന്നിടത്തെല്ലാം ഭഗവാൻ. അക്രൂരൻ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ 4 കൈകളോടുകൂടി ഓരോ കൈയിലും ചക്രം, ശംഖ്, ഗദ, പദ്മം എന്നിവ ധരിച്ചിരിക്കുന്നവനും ദേവകി നരസംഘങ്ങളാൽ ചുറ്റപ്പെട്ടവനും അനന്തനിൽ ശയിക്കുന്നവനുമായ ഭഗവാനെ കണ്ടു. അക്രൂരൻ ജലത്തിലും രഥത്തിലും ശംഖ, ചക്ര, ഗദ, പദ്മങ്ങൾ ധരിച്ച അനന്തശായിയായ ഭഗവാനെ കണ്ട് രോമാഞ്ചമണിഞ്ഞു നിന്നു. യമുനാ ജലത്തിൽ ഇത്രയേറെ തണുപ്പോ? അതാണോ ഈ രോമാഞ്ചമെന്ന് അക്രൂരനോട് ഭഗവാൻ ചോദിച്ചപ്പോൾ സന്തോഷത്താൽ അക്രൂരന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഇങ്ങനെയൊക്കെ അക്രൂരനുമൊത്ത് രഥത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവാനെ എന്നെ രക്ഷിച്ചാലും എന്ന പ്രാർത്ഥനയോടെ ഭട്ടതിരിപ്പാട് ഈ ദശകം അവസാനിപ്പിക്കുന്നു. നമുക്ക് ഈ ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 73 മഥുരാപുരി യാത്ര. ശ്ലോകം 1. നിശമയ്യ തവാഥയാനവാർത്താം ഭൃശമാർത്താ പശുപാലബാലികാസ്താ കിമിദം കഥം ന്വിതീമാസ്സമവേദ പരിദേവിതാന്യകുർവൻ. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകളെ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. നിശമയ്യ തവാഥ യാനവാർത്താം ഭൃശം ആർത്താ പശുപാല ബാലികാസ്താ കിമിദം കഥം ന്വിതീമാ സമവേത പരിദേവിതാന്യകുർവൻ. അർത്ഥം: അഥ അനന്തരം തവ അങ്ങയുടെ യാനവാർത്താം മഥുരയിലേക്കുള്ള ഗമനവാർത്ത നിശമയ്യ കേട്ടിട്ട് ഭൃശം വളരെയധികം ആർത്താ
ദുഃഖിതകളായിത്തീർന്നു. താ ഇമ അങ്ങനെയിരിക്കുന്ന ഈ ഗോപബാലികമാർ സമവേത ഒരിടത്ത് ഒന്നിച്ചു കൂടിയവരായി. ഇദം കിം ഇതെന്താകുന്നു, ഇദം കിം ഇതെന്താകുന്നു, കഥം नु ഇതെങ്ങനെയാണ്, ഇതി എന്നിപ്രകാരം പരിദേവിതാനി വിലാപങ്ങൾ അകുർവൻ ചെയ്തു അല്ലെങ്കിൽ വിലപിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. നിശമയ്യ തവാഥ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. യാനവാർത്താം നീട്ടിയിട്ട് മുർക്കം. ഭൃശമാർത്ത നീട്ടിയിട്ട് വിസർഗം. ഭൃശ എന്നുള്ളതിൻ്റെ ഭൃ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. പശുപാല ബാലികാസ്ത ഇവിടെയും നീട്ടിയിട്ട് വിസർഗം. ബാലിക ബ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. കിമിതം രണ്ട് സ്ഥലത്തും ദ എന്നുള്ളത് ദേലത്തെ. കഥം ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ന്വി നവള ചിഹ്നം വള്ളി അതൊക്കെ ശ്രദ്ധിച്ചോളൂ. ന്വിതീമാ സമവേത ന്വിതീമാ എന്ന് കഴിഞ്ഞിട്ട് വിസർഗം ഇടുകയാണെങ്കിൽ സമവേത എന്നുള്ളതിന് ഒരു സാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ രണ്ട് സാന്ന് വേണം വിസർഗമില്ലാതെ. സമവേത അവിടെ വിസർഗം. പരിദേവിതാന്യകുർവൻ അങ്ങനെ നിർത്താം. നിശമയ്യ തവാഥയാനവാർത്താം ഭൃശമാർത്ത പശുപാലബാലികാസ്ത കിമിദം കഥം ന്വിതീമാ സമവേത പരിദേവിതാന്യകുർവൻ. അടുത്തത് രണ്ടാമത്തെ ശ്ലോകം. കരുണാനിധിരേഷ നന്ദസൂനു കഥമസ്മാൻ വിസൃജേദനന്യനാഥ ബദന കിമു ദൈവമേവമാസീദിതി താസ്ത്വത് ഗതമാനസാവിലേപു. നമുക്ക് വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. കരുണാനിധിർ ഏഷ നന്ദസൂനു കഥം അസ്മാൻ വിസൃജേത് അനന്യനാഥ ബദ ന കിമു ദൈവം ഏവം ആസീത് ഇതി താ സ്ത്വത് ഗത മാനസാ വിലേപു. കരുണാനിധി കരുണക്കിരിപ്പിടമായ ഏഷ ഈ നന്ദസൂനു നന്ദപുത്രനായ കൃഷ്ണൻ അനന്യനാഥ മറ്റാരും നാഥനില്ലാത്തവരായ അസ്മാൻ നമ്മളെ കഥം എങ്ങനെ വിസൃജേത് ഉപേക്ഷിക്കും ന നമ്മൾക്ക് ദൈവം വിധി ഏവം ഇപ്രകാരം ആസീത് ആയിത്തീർന്നു ബദ കിമു കഷ്ടം തന്നെ ഇതി ഇപ്രകാരം താ അവർ ത്വദ്ഗതമാനസ അങ്ങിൽ ചേർന്ന മനസ്സോടു കൂടിയവരായി വിലേപു വിലപിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങൾ നോക്കാം. കരുണാനിധിർ ഏഷ കരുണാനിധിരേഷ ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. നന്ദസൂനു അവിടെ വിസർഗം. കഥം അസ്മാൻ കഥമസ്മാൻ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. വിസൃജേത് അനന്യനാഥ അവിടെ ലാസ്റ്റിൽ വിസർഗം നീട്ടിയിട്ട് വിസർഗം പറയണം. ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ബദ ന അവിടെയും വിസർഗം. കിമു ദൈവം ഏവം ആസീത് ദൈവമേവമാസീത് ഇതി ചേർത്ത് ചൊല്ലുമ്പോൾ ദൈവമേവമാസീദിതി താ സ്ത്വത് ഗതമാനസ ചേർത്തിട്ട് താസ്ത്വദ്ഗതമാനസ വിലേപു അവിടെ ലാസ്റ്റിൽ വിസർഗം. കരുണാനിധിരേഷ നന്ദസൂനു കഥമസ്മാൻ വിസൃജേദനന്യനാഥ ബദന കിമു ദൈവമേവമാസീദിതി താസ്ത്വദ്ഗതമാനസാ വിലേപു. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.